നമ്മൾ അതിരപ്പള്ളിയിൽ പരിക്കേറ്റ ആനയുടെ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. കോടനാട്ട് എത്തിച്ചിട്ടുണ്ട്. കോടനാട്ടെ കൂടിനുള്ളിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ മയക്കുവെടി വെച്ച ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ആനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ട് എത്തിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മുൻപാണ് കോടനാട്ടെ അഭയാരണ്യത്തിൽ ആന ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചത്. തുടർന്ന് സുരക്ഷിതമായി തന്നെ കൂടിനുള്ളിൽ ആക്കുകയായിരുന്നു. ഇനി 2ാം ഘട്ട ചികിത്സയാകും തുടരുക. ആനയുടെ ആരോഗ്യ നിലയിൽ ആശങ്ക പുലർത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയത്. മസ്തകത്തിലെ മുറിവിൽ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. അതിനുശേഷമാണ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയത്. ഇനി വിശദമായ 2ാം ചികിത്സയാണ്. ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, കോടനാട്ടെ കൂടിനുള്ളിൽ ആനയെ എത്തിച്ചിരിക്കുന്നു. ആനയുടെ ശരീരത്ത് വെള്ളമൊഴിക്കുന്നതിൻ്റെയൊക്കെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നിലവിലെ സാഹചര്യം? രോഹിണി, നമുക്കറിയാവുന്നതുപോലെ തന്നെ പൂർണ്ണമായും ആനയെ സുരക്ഷിതമായ ആ കൂടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ആന കൂടിനകത്താണ്. അതിനെ മോട്ടോർ കൊണ്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. ഏറെ ഈ ഒരു അന്തരീക്ഷത്തോടെല്ലാം എത്രമാത്രം പൊരുത്തപ്പെടുമെന്നതെല്ലാം ഏറ്റവും പ്രധാനമാണ്. കാരണം കാട്ടിൽ വസിച്ചിരുന്ന ഒരു ജീവിയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കൂടുതൽ വ്യക്തത വേണം. DFO ലക്ഷ്മി ഒരുപക്ഷെ പ്രതികരിച്ചേക്കും എന്നാണ് കരുതേണ്ടത്. മാധ്യമപ്രവർത്തകരെല്ലാം DFOയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയുടെ തുടർ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി വനംവകുപ്പായിരിക്കും വിശദീകരിക്കുക. അതിനുള്ള പ്രതികരണത്തിന് വനംവകുപ്പ് തയ്യാറെടുക്കുകയാണ്. DFO ലക്ഷ്മിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഇങ്ങോട്ടൊന്ന് ഈ സൈഡിലേക്ക് റെഡിയാണോ? സെറ്റ് ചെയ്തോ പയ്യ മതി. സെറ്റ് ചെയ്തോ ഓക്കെ അല്ലേ? DFO മാധ്യമങ്ങളെ കാണുന്നുണ്ട്. DFO മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഹെൽത്ത് നമ്മുടെ ഡോക്ടേഴ്സ് നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ആ മുറിവ് കുറച്ച് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസും നമ്മുടെ സ്റ്റാഫും അത് പറഞ്ഞനുസരിച്ചിട്ട് ഒരാഴ്ചത്തോളം 3 ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആനയുടെ ഹെൽത്ത് കണ്ടീഷനിൽ മുറിവിൽ നിന്ന് ഈ മാഗറ്റ്സ് വരുന്നതായിട്ടൊക്കെ കണ്ടെങ്കിലും ആന ഫീഡിങ്ങും അതിന് വെള്ളം എടുക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും അതിൻ്റെ ഡെയിലി റുട്ടീൻ അത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി അത്രയങ്ങ് അവശ നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടായിരുന്നു ഈ ഒരു 2-3 ദിവസമായിട്ട്. നിലവിൽ നിങ്ങളും കണ്ടതല്ലേ, ആനയ്ക്ക് അത്ര അവശ നിലയൊന്നുമല്ല. ആന അത്യാവശ്യം ആരോഗ്യമായിട്ട് നിൽക്കും. അത്യാവശ്യം എന്നുവെച്ചാൽ ക്ഷീണമുണ്ട്, എന്നിരുന്നാലും അത്രയ്ക്ക് അവശ നിലയിലല്ല. ഉണ്ട്. അത് അന്ന് നമ്മളൊരു ഫസ്റ്റ് ചികിത്സ നടത്തിയപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് ആ കൊമ്പ് കുത്തി ഇറങ്ങി ആ ഒരു ആഴം ഉണ്ടായിരുന്നു. അത് അന്ന് ചികിത്സ നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങി വന്നിട്ടാണ് പിന്നെ ഇത് പഴുക്കാൻ തുടങ്ങിയത്. മുറിവിന് നല്ല നിങ്ങൾക്കൊക്കെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ റെഗുലർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മയങ്ങി വീണപ്പോൾ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം നമ്മളവിടെ പ്രസൻസിലുണ്ട്. ആന കിടന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല കൂർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ ഇഷ്യൂ ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ആ ഒരു സെഡേഷൻ മോഡിലാന്ന് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് ടെൻഷൻ്റെ ഒരു ഇതില്ലായിരുന്നു. അത് രണ്ടിനെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഒരു ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് തുമ്പി കൊണ്ട് ആനയെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സീനും പിന്നെ ആ തുമ്പിയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത്. വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനിക്കും. ഇനി എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുന്നതെന്നൊക്കെ ഉള്ളത് അത് ആ ഡോക്ടറുടെ ടീമുണ്ട്, അവരത് തീരുമാനിക്കുന്നതായിരിക്കും. സങ്കീർണമായ ദൗത്യമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ആനയെ അവിടുന്ന് വേറെ ഒരു ഇഷ്യൂസും ഇല്ലാതെ നമുക്ക് ഇവിടെ അഭയാരണ്യത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ ആന മയങ്ങി വീണ അവസ്ഥയിൽ തന്നെ ഡോക്ടർ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കിയുള്ളത് അരുൺ സെക്രട്ടറി ഡോക്ടറിന് സംഘം തീരുമാനിക്കും. അത് ആഴമുണ്ട്, കണ്ടാൽ അറിയാമല്ലോ. കുറച്ച് അത് സൈനസിൽ കുത്തേറ്റതിൻ്റെ ഒരു മുറിവാണ്. അതെന്തായാലും ഹീൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും ഉണ്ട്. കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇതുവരെ ഒന്നും തീരുമാനിക്കാൻ ഇതായില്ല. കാരണം എത്രത്തോളം എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല.
അത് മാക്സിമം ചികിത്സ നൽകി അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. താങ്ക് യു ആൾ. കോടനാട്ട് ആനയെ തുടർ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുന്നു. വിശദമാക്കുകയായിരുന്നു DFO. ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, എന്തെല്ലാം കാര്യങ്ങളാണ് DFO പങ്കുവച്ചത്? നമ്മൾ പ്രധാനമായും ചോദിച്ചറിഞ്ഞത് ഈ ആനയുടെ ഒരു ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് തന്നെയായിരുന്നു DFO വ്യക്തമാക്കിയത്. കാരണം പരിക്കുകൾ ഗുരുതരമാണ്, അത് കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. ആഴത്തിലുള്ള മുറിവാണ്. എന്നാൽ വലിയ ഒരു അവശ്യ നിലയിലാണ് ആന എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും DFO നമ്മളോടടക്കം പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം അത്ര കൂടുതൽ അവശ്യ നിലയിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനും മയക്കുവെടി വെക്കാനും എല്ലാം കഴിയുന്ന സ്ഥിതിയിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് DFO ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയത്. ചികിത്സ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ ആവശ്യമായി വരും. അക്കാര്യങ്ങൾ ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാരുടെ വലിയൊരു സംഘം, കാരണം നേരത്തെ തന്നെ 3 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആനയെ. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ചികിത്സ കൂടുതൽ ദിവസങ്ങളിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല ചികിത്സയ്ക്ക് ശേഷം എങ്ങനെ മുന്നോട്ട് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അത്ര ദിവസം ചികിത്സ വേണ്ടി വരും. അതിനുശേഷം ആനയെ എന്താണ് ഇവിടെ തന്നെ പാർപ്പിക്കുകയാണോ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥരെല്ലാമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ ഈ ദൗത്യം തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വിജയകരമായി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം വരെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘം ഡോക്ടർമാരുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ, നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് വ്യക്തമാകുന്നത്. കൂടുതൽ അടുത്തു നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുക. കൂടിനകത്ത് പൂർണ്ണമായും ശാന്തമായി നിൽക്കുന്നു. എന്നാൽ മസ്തകത്തിലെ മുറിവ് അത് സൈനസിനുണ്ടായിരിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെയാണ്. സ്വാഭാവികമായും അത് ആനയ്ക്ക് ശ്വാസം പുറത്തേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ഒരു അവയവത്തിനോട് ചേർന്ന് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. എന്നാൽ ആ മുറിവ് കൂടുതൽ ആഴത്തിലാണ്. അവിടെ മരുന്ന് വെച്ച് അത് ഉണക്കിയെടുക്കുന്നതടക്കമുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കണം. പ്രാഥമിക ചികിത്സ ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടിയതിന് ശേഷം അവിടെ വെച്ച് തന്നെ പ്രാഥമികമായ ചികിത്സ നൽകിയിരുന്നു. ചികിത്സകളെല്ലാം തന്നെ ഇവിടം കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. മസ്തകത്തിന്റെ ഭാഗത്ത് വലിയൊരു ഉള്ളു പൊള്ളയായ ഒരു വലിയ ദ്വാരമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുക. ആ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ അടർന്നു പോയിരിക്കുന്നു. ആനകൾ തമ്മിലുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തി മറിക്കുമ്പോൾ ഉണ്ടായ ഒരു പരിക്കാണ് ഇത് എന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തു. അത്തരത്തിലാണ് മസ്തകത്തിൽ ഇത്ര ഗുരുതരമായ ഒരു പരിക്ക് ഏൽക്കാൻ ഇടയായത് എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ ആന എന്നാൽ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മോശമാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനും കഴിയില്ല. ചികിത്സയോട് സ്വാഭാവികമായും പ്രതികരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് അത്തരത്തിൽ ഉണ്ടാവുക. പ്രധാനമായും മസ്തകത്തിലെ മുറിവുകളടക്കം വ്യക്തമാകുമ്പോൾ മുറിവ് പരിശോധിക്കുക അല്ലെങ്കിൽ ഭേദപ്പെട്ട് വരാൻ ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ വേണ്ട ചികിത്സകൾ ആവശ്യമായി വരും. എന്നാൽ എങ്ങനെയാണോ ദൗത്യം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുമ്പോൾ ആലോചിച്ചിരുന്നത്, ചിന്തിച്ചിരുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ മസ്തകത്തിലെ മുറിവുകളടക്കം കൂടുതൽ വ്യക്തമായി തന്നെ കാണാനും കഴിയും. ആഴത്തിലുള്ള ദ്വാരങ്ങൾ വന്നിരിക്കുന്നതും ആ മുറിവ് എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് കാണാനും കഴിയും. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടപടികളെല്ലാം തന്നെ അധികൃതർ പൂർത്തിയാക്കുകയാണ്. കൂട്ടിലേക്ക് കയറ്റിയെങ്കിലും അതിനുശേഷം അതിൻ്റെ വാതിലുകൾ കൂടുതൽ ബലപ്പെടുത്തി അടക്കുന്ന ഒരു നടപടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ദൗത്യം ഇന്ന് പുലർച്ചെ ആരംഭിച്ച ഒരു ദൗത്യം, കാരണം അതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും ഒരു ക്ഷീണിതനായ നിലയിൽ തന്നെയാണ്. എന്നാൽ അത് വലിയ തോതിലുള്ള ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായതാണ്. മയക്ക് വെടി വെച്ചാണ് അതിനെ തളക്കാൻ കഴിയുന്നത്. അതിനുശേഷം നീണ്ട യാത്രകൾക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചത് എന്നതെല്ലാം കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്ഷീണം എല്ലാം തന്നെ ആനയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വലിയ തോതിൽ ക്ഷീണിതനല്ല എന്ന കാര്യം നമുക്ക് വ്യക്തമാക്കാനും മനസ്സിലാക്കാനും ഈ ഒരു
ഘട്ടത്തിൽ കഴിയും. ചികിത്സ കൊണ്ട് ഭേദമാക്കാവുന്ന ഒരു പരിക്കുകൾ എന്നത് മാത്രമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെയും ഒരു വിലയിരുത്തൽ അത്തരത്തിൽ തന്നെയാണ്. നീണ്ട ഒരു ചികിത്സ, വിദഗ്ധമായ ഒരു ചികിത്സ, തുടർച്ചയായ ചികിത്സ, അതിലൂടെ ഭേദമാക്കാൻ കഴിയുന്ന മുറിവ് തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ക്ഷീണിതനാണ് ആന. എന്നാൽ ഈ ഒരു പരിക്കിനെ തുടർന്ന് ഒരു ഗുരുതരമായ സ്ഥിതിയിലേക്കോ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കോ ഒന്നും തന്നെ നിലവിൽ മാറിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഇതിനെ മയക്കുവെടി വെച്ച് തളയ്ക്കുന്ന ഒരു സമയത്ത് അവിടെ ഏറെ വൈകാരികമായ മറ്റ് ആനകൾ ഏറെ വൈകാരികമായ ചില സാഹചര്യങ്ങളിലൂടെയും ഘട്ടങ്ങളിലൂടെയും എല്ലാം തന്നെയായിരുന്നു കടന്നു പോയിരുന്നത്. നേരത്തെയും നിരവധി ആനകൾ ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പരിശീലനം നൽകി അവയെല്ലാം തന്നെ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഈ ഒരു ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം, മുറിവുകൾ ഉണങ്ങിയതിന് ശേഷം, പൂർണ്ണമായും ഭേദപ്പെട്ടതിന് ശേഷം എന്ത് നടപടി തുടർന്ന് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണം. കാരണം കാട്ടിൽ ഉണ്ടായിരുന്നത് പൊരുത്തപ്പെടണം, ഈ ഒരു പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടണം. അതുകൊണ്ട് തന്നെ അതിന് വെള്ളം നനച്ചു കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ താപനിലയുമായി പൊരുത്തപ്പെടണം. അതെല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ഘട്ടത്തിൽ. ശരി ജിജേഷ്, കോടനാട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ മയക്കുവെടി വെച്ച ആനയെ കോടനാട്ട് ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചു. കൂടിനുള്ളിൽ സുരക്ഷിതമായി തന്നെ ആനയെ പാർപ്പിച്ചിരിക്കുകയാണ്. മസ്തകത്തിലെ മുറിവ് വ്യാപ്തിയുള്ളതാണ്. ഇനി തുടർ ചികിത്സകളായിരിക്കും രണ്ടാം ഘട്ടത്തിൽ നടത്തുക. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.